Hi, welcome to my channel. I am Shibi Nasir. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ഫുൾ സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല റീസണബിൾ റേറ്റിലാണ് ട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഷോളിലും അതുപോലെ തന്നെ സ്ലീവിലുമാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട്. അതായത് ഫുള്ളായിട്ടും വർക്കാണ് ടോപ്പ് ഷോൾ ബോട്ടം മൂന്നിലും നമുക്ക് വർക്ക് വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ മാക്സിമം റേറ്റ് കുറവിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഷോപ്പിലൊക്കെ ചോദിച്ചാൽ അറിയാം, ഇതേപോലെ ജസ്റ്റ് ഒരു വർക്ക് ചെയ്തെടുക്കാൻ തന്നെ നല്ല റേറ്റ് വരും. നമ്മൾ ആ ഒരു നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന റേറ്റ് പോലും ഇങ്ങനെ ഒരു ഫുൾ സെറ്റ് റെഡിമെയ്ഡിന് വരുന്നില്ല. നമുക്ക് ഓൺ പ്രൊഡക്ഷൻ പിന്നെ നമുക്ക് കൂടുതലായിട്ട് സ്റ്റാഫ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ്. നമുക്ക് 3 ഷെയ്ഡ്സിലാണ് വരുന്നത്. ഒന്ന് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. ശരിക്കും കുറച്ച് മെറൂൺ കൂടുതലാണ്. റെഡ് ആ ഒരു കറക്റ്റ് മെറൂണും അല്ല, ആ ഒരു ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ശരിക്കും നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മെറ്റീരിയൽ തന്നെ ഒരു സിൽക്കി ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലുമാണ് കേട്ടോ. ചില സിൽക്കി മെറ്റീരിയൽ കുറച്ച് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കും, പക്ഷെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് നല്ല നമുക്ക് ബോഡി ഹഗ്ഗിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് റെഡും ബ്ലാക്കും കോമ്പിനേഷനാണ്. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവിലാണ് കേട്ടോ വർക്ക് വരുന്നത്. സ്ലീവിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു വർക്കും കൂടിയിട്ടാണ്. ഇതേപോലെ സ്ലീവിൽ കണ്ടോ നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോളിൽ നമുക്ക് ഫുള്ളായിട്ടും ഈ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 1 സൈഡ് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്കിപ്പോൾ 1 ലെയർ ഇടാനായാലും ഈ ഒരു 1 സൈഡിൻ്റെ ആവശ്യമാണ് ഉള്ളത്. ഇതേപോലെ ഇടാനായാലും നമുക്ക് ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ ഇടാനായാലും ഈ ഒരു 1 സൈഡാണ്. ബാക്കി നമുക്കത് ആ ഫോൾഡിങ്ങിൽ പോവുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒരു വർക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യണം, എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കൊണ്ടുവരാം എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. സെക്കൻഡ് വരുന്നത് നമുക്ക് നല്ല അടിപൊളി ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ. ഒലീവ് ഗ്രീൻ നിങ്ങൾ കളർ നോക്കി നോക്കി, കളർ തന്നെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആണ്. കണ്ടോ നല്ല ഭംഗിയുള്ള ഒലീവ് ആണ്. അപ്പം അതിൽ ഇതേപോലെ വർക്ക് ഇങ്ങനെ കണ്ടോ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ ഇത്രയല്ലേ കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോഴാണ് ശരിക്കും വീഡിയോസ് കാണുക എങ്ങനെയാണ് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി എന്നുള്ളത്. ഇപ്പം ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ ബോട്ടം പിന്നെ ഷോള് സ്ലീവിൽ പിന്നെ ബോട്ടത്തിലും വർക്കുള്ളത് കൊണ്ട് പിന്നെ നെക്ക് കൊടുത്തിട്ടില്ല. ഇതിൽ നെക്കിൻ്റെ ആവശ്യം വരുന്നില്ല ഇത്രയും വർക്കുള്ളപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. എ ലൈൻ കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോളിൽ വർക്ക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതേപോലെ നല്ല ഷോൾ തന്നെയാണ്. നല്ല വിഡ്ത്ത് ലെങ്ത്തിലാണ് വരുന്നത്. 2.5 മീറ്റർ തന്നെ ഇതിന് വരുന്നുണ്ട്. ഷോള് നോക്കി ഭംഗി കണ്ടോ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് 15 to 20 വർക്കിംഗ് ഡേയ്സിലാണ് കേട്ടോ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഈദ് സ്പെഷ്യലൊക്കെയാണ്. ഇനിയിപ്പോൾ ഈദിനുള്ള നമ്മൾ ഡിസൈൻസ് ചെയ്ത് തുടങ്ങി നല്ല പാറ്റേൺസ് ആണ് ഇനി വരുന്നത്. അപ്പോൾ ബോട്ടം കണ്ടോ നമുക്ക് ഗ്രീനിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആണ്. ഇതിൽ ബ്ലാക്കിൽ റെഡ് ആണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ നോക്കി ബോട്ടത്തിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. കണ്ടോ ഫുള്ളായിട്ടും നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കോമ്പിനേഷൻ. ബോട്ടിൽ ഗ്രീനും ബ്ലാക്കും കൂടിയിട്ടാണ്. അപ്പോൾ ഇനി തേർഡ് വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ കേട്ടോ. നല്ല യെല്ലോ നമുക്ക് നന്നായിട്ട് ഓർഡർ പോകുന്നൊരു കളറാണ് ഗോൾഡൻ യെല്ലോ. നോക്കി കണ്ടോ നമുക്കിത് ഹൽദിക്കൊക്കെ നന്നായിട്ട് പോവും. അപ്പോൾ കുറേ പേരിപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് ചോദിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു സെറ്റിൽ ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് പോവില്ല. എല്ലാവർക്കും ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് ആവശ്യം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൂടുതലും ആവശ്യം. നമുക്കത് ചിലവാകാത്തൊരു മോഡൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റ് കൊണ്ടുവരാത്തത്. എന്നാലും നമ്മൾ മിക്കതിലും ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ ചേർക്കാറുണ്ട്. ബദ്രി സിൽക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഒനിയൻ ഷെയ്ഡും അങ്ങനെ ലൈറ്റ് ഷെയ്ഡൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഡാർക്കാണ് ഫങ്ഷൻസിന് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ്
അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ തന്നെയാണ്, ബ്ലാക്ക് യെല്ലോ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ലാറോസയുടെ ഇൻസ്റ്റാ പേജിൽ കാണാം. അപ്പോൾ ദേ ബോട്ടത്തിൽ കൂടെ ഫുള്ളായിട്ട് വർക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു റീസണബിൾ റേറ്റ് ആണ്. നമ്മൾ ഇത്രയും വർക്ക് ഹെവി ആയിട്ട് കൊണ്ടുവന്നിട്ടും ഈ ഒരു റേറ്റ് ആണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഓർഡർ ചെയ്യാം. റീറ്റെയിലായിട്ട് വേണ്ട കസ്റ്റമേഴ്സിന് 15 to 20 വർക്കിംഗ് ഡേയ്സ് ആണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ മുമ്പ് കാണിച്ചതൊക്കെ റെഡി ടു ഡെസ്പാച്ച് ആയിരുന്നു. ഇത് 15 to 20 വർക്കിംഗ് ഡേയ്സ് തന്നെ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.